ജോർജിയൻ യാത്രാവിശേഷങ്ങളിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സ്ട്രീറ്റിൻ്റെ രണ്ട് വശങ്ങളിലും സഞ്ചാരികളെ കാത്ത് ജോർജിയയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള മോനുമെൻറ്റ്സുകളാണ് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ളത്. എല്ലാം തന്നെ ചൈനയുടെ തന്നെയാണ്. ചൈനയാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ഇത്തരം മോനുമെൻറ്റ്സ് ഉണ്ടാക്കി അയക്കുന്നതും. മറ്റൊരു വശത്ത് സ്ട്രോബെറി ഉണ്ട്, മുന്തിരിയുണ്ട്, പല പല ഫ്രൂട്ട്സുകളുടെ ഒരു സ്റ്റാൾ തന്നെയുണ്ട്. ഇവിടെ ഫ്രഷ് ജ്യൂസ് കിട്ടുന്നതായിരിക്കും. വളരെ വൃത്തിയായിട്ട് അവർ അടുക്കി വെച്ചിരിക്കുന്നു. ഇതൊരു സ്ട്രീറ്റിൻ്റെ വശമാണ്. വളരെ വളരെ നല്ല വൃത്തിയായും കാണാൻ ഇമ്പമേകുന്ന രീതിയിലും ആണ് അടുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ജ്യൂസാണ് എടുക്കുന്നത്. പോംഗ്രനേറ്റ് ജ്യൂസാണ്, മാതള നാരകത്തിലെ ജ്യൂസാണ് ഓർഡർ ചെയ്തത്. അത് കഴിക്കാൻ വേണ്ടി ആൾക്കാരിവിടെ ഉണ്ട്. 15 ലാറിയാണ് ഒരു ജ്യൂസിൻ്റെ വില. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ചായ, തേയിലയുണ്ട്. Pomegranate wine house. You are making in your house. ഇത് Drink, my friend, super. പോംഗ്രാനൈറ്റ് Natural. വൈനാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടാക്കുന്ന കണ്ടോ. നട്ട്സ്, വാൾനട്ട്. This is orange juice mixed sweet. കാളക്കൊമ്പിലാണ് വൈൻ. ജോർജിയയുടെ ട്രഡീഷണൽ ഡ്രിങ്ക് ആണ്. എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന സാധനമാണ് വൈൻ. പോംഗ്രനേറ്റ് വൈൻ, എല്ലാ ഫ്രൂട്ടും കൊണ്ട് വൈൻ ഉണ്ടാക്കും. ഈ കാളയുടെ കൊമ്പിലാണ് ഈ വൈൻ നമുക്ക് തരുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. കുടിച്ചു നോക്കാം. നൈസ്. ഇത് കാളക്കുട്ടിയുടെ കൊമ്പ. ഇതിലാണ് വൈൻ നമുക്ക് ഒഴിച്ചു തരുന്നത്. One day no problem. One day today no problem. Drink. Now we drank. No problem, my friend. Little bit more good English now. Yeah. Before no English. Now little bit more. Juice. പൈൻമരം എല്ലാം പൂത്തുവെപ്പുണ്ട്. ഈ പൈൻമരത്തിൻ്റെ കായ കാണാൻ നല്ല രസമാണ്. ഞാൻ കാണിക്കാം. ഇത് പൈൻ്റെ പൂവാണ്. ഈ കാണുന്നത് ഒരു കോട്ടയാണ്. കോട്ട എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിൻ്റെ ഒരു ചുറ്റുമതിലാണ് ഈ കോട്ട. ഒരുപാട് അധിനിവേശ ശക്തികളുടെ ആക്രമണത്തിൽ പെട്ടതാണ് ഈ ജോർജിയ. തുർക്കികളും മംഗോളിയൻസും അങ്ങനെ പലരും ആക്രമിച്ച് ഇവിടുത്തെ ജനങ്ങളെയും ഇവിടുത്തെ സ്വത്തുക്കളെയും കടത്തിക്കൊണ്ടു പോവുകയും ഇവിടുത്തെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്ത ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. അതിനുവേണ്ടി ഈ സംരക്ഷണം ഉറപ്പിക്കാൻ വേണ്ടി അന്നത്തെ നാട്ടുരാജാക്കന്മാർ നിർമ്മിച്ച കോട്ടയാണിത്. ആക്രമണത്തിൽ വരുന്ന വൈദേശിക ശക്തികളെ മാറ്റി നിർത്താൻ വേണ്ടിയും ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയും അന്ന് ഉണ്ടാക്കിയ കോട്ടയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ കോട്ട ഒരു കാഴ്ചവസ്തുവാണ്. ഇതിൻ്റെ താഴെ കുറച്ച് കളിപ്പാട്ടങ്ങളും ഒക്കെ തൂക്കി കുറേ അമ്മമാരിപ്പുണ്ട്. അവരുടെ ഉപജീവന മാർഗ്ഗമാണിത്. ഇവിടെ പതിവ് പോലെ ജ്യൂസ് വിൽക്കുന്ന ഒരു പ്രായമുള്ള ഒരു സ്ത്രീയുണ്ട്. അപ്പോൾ ഇതാണ് ആ കോട്ടയുടെ ഭടന്മാർക്കിരിക്കാനുള്ള ഭാഗം. ഇവിടെ നിന്നായിരിക്കാം അവർ വീക്ഷിച്ചിരുന്നത് ആരെങ്കിലും കടന്നു വരുന്നുണ്ടോ എന്ന്. ഇതാണ് ഈ കോട്ടയുടെ വാച്ച് ടവർ. ഇതാണ് ചിമ്മിനി കേക്ക്. ചിമ്മിനിയുടെ ആകൃതി ഉള്ളതുകൊണ്ടാവാം ആ ഒരു പേര് വന്നത്. ജോർജിയയുടെ പല ഭാഗങ്ങളിലും ഇത് കാണാം. ഇവിടെ ഈ പ്രാവശ്യം ഈ ചിമ്മിനി കേക്കിനുള്ളിൽ ഐസ്ക്രീമും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വെച്ചാണ് അവർ വിൽക്കുന്നത്. വളരെ സ്വാദിഷ്ടമാണ്. പഴവും ആപ്പിളും അങ്ങനെയുള്ള പല പല ഫ്രൂട്ട്സും അതിനുള്ളിൽ അവർ വെച്ചിട്ടുണ്ട്. ജോർജിയൻ ഹോം മെയ്ഡ് വൈനാണ്. I bring customer. They are also here. Both wine. Different taste. Yeah, for sure. Habibi, I don't know. വാൾനട്ട് ഉണ്ട്. ഇവിടെ എല്ലായിടത്തും വാൾനട്ട്. ഇതൊക്കെ ഇവരുടെ വീട്ടിലുണ്ടാക്കുന്ന വൈനാണ്.
അതിൻ്റെ സാമ്പിളാണ് നമുക്ക് തരുന്നത്. അതിനൊന്നും അവർക്ക് യാതൊരു മടിയില്ല. നമ്മൾ ചോദിച്ചാൽ ഏതും അത് സാമ്പിളായിട്ട് അവർ തരികയും ചെയ്യും. പുതിയൊരു വൈനാണ് ഇപ്പോൾ കൊണ്ടു തന്നിരിക്കുന്നത്. ജോർജിയൻ ജൂർജ്കേലയുടെ വളരെ വളരെ വെറൈറ്റിയാണ് ഉള്ളത്. പല വെറൈറ്റികൾ, ചോക്ലേറ്റ് ഉണ്ട്, തേനകത്ത് ഉണ്ടാക്കിയതുണ്ട്, ഓറഞ്ച് ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, പോംഗ്രനേറ്റ് ഉണ്ട്. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റി, ഒരുപാട് വെറൈറ്റികളുണ്ട്. എല്ലാവരും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സാമ്പിൾ നമുക്കവിടെ വെച്ചിട്ടുമുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ജൂർജ്കേല എന്ന് പറഞ്ഞാൽ വാൾനട്ടിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചിരുന്നു. എല്ലാത്തിൻ്റെയും സാമ്പിൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും കഴിച്ചു നോക്കാം. ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കത് വാങ്ങുകയും ചെയ്യാം. എല്ലാത്തിൻ്റെയും സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജോർജ്കേല ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണിത്. നേരത്തെ നമ്മൾ കാണിച്ചില്ലേ, അതുപോലെ തന്നെ ഇവിടെ അത് ഉണങ്ങാനിട്ടിട്ടുണ്ട്. This is honey, brother. This is honey Jurjkela. This is pomegranate. അതെ, ഇത് ഹണിയാണ്. ഇത് ഹണിയിൽ ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മുടെ മാതളം, പൊംഗ്രനേറ്റ്. Very nice. Take video, brother. Never forget. Never forget today. ഇത് ഹണിയാണ്, ഹണി മിക്സഡ് ആണ്. അത് നമ്മൾ വെയിലത്തേക്ക് തൂക്കാം. Super. Super boy. ജോർജ്കേല ഉണ്ടാക്കി. If you want, everybody can make. No. And Georgia, brother. Archaeology. You know archaeology? People cutting. Archaeology, yeah. Archaeology. Georgian territory, brother. People find this town. ഇത് സുറ കിലാറ്റ്സെ സുഹൃത്താണ്. 7 വർഷം മുന്നേ പരിചയപ്പെട്ടതാണ്. അന്നൊരു ജോർജിയൻ യാത്രയിൽ നമ്മുടെ ഡ്രൈവറും ഗൈഡുമായിരുന്നു. അന്നോട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഇന്നും അദ്ദേഹം തന്നെയാണ് നമ്മളുടെ ഗൈഡും ഡ്രൈവറും. അദ്ദേഹം പറയുന്നത് ഇതുപോലുള്ള വലിയ ഭരണികൾ പലയിടത്തു നിന്നും കുഴിച്ച് എടുത്തിട്ടുണ്ട്. 5000 വർഷം, 6000 വർഷം, 7000 വർഷം പഴക്കമുള്ള വൈനുകൾ കിട്ടിയിട്ടുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് കൊണ്ടുപോകും. അത് നമുക്കെടുക്കാൻ പറ്റത്തില്ല. അത്ര കോസ്റ്റ്ലി ആയിരിക്കും ആ വൈൻ. അത്രയും വർഷങ്ങൾക്ക് മുന്നേ വൈൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ തെളിവാണ് ഇങ്ങനെയുള്ള ഭരണികളെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും ജോർജിയ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% വിശ്വസ്തനായിട്ട് കൂടെ കൂട്ടാവുന്ന ഗൈഡും ഡ്രൈവറുമാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം. ആവശ്യമുള്ള കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ രണ്ടാമത്തെ ട്രിപ്പാണെന്ന് പറഞ്ഞല്ലോ ജോർജിയ. ആദ്യത്തെ ട്രിപ്പിൽ എനിക്ക് മിസ്സായ ഒരു ഐസ്ക്രീമാണിത്. വൈൻ ഐസ്ക്രീം. ഇത് കഴിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അത് സാധിച്ചു. വൈൻ ചേർത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ് ഇവിടുന്ന് കിട്ടുന്നത്. എന്തായാലും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു ഈ ഐസ്ക്രീമിന്. വൈൻ്റെ ടേസ്റ്റ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. സ്വാദിഷ്ടവുമായിരുന്നു. ഇവിടെ പ്രാദേശികമായി ഉണ്ടാക്കുന്ന വൈനുകളാണ് ഇതിലൊക്കെ ചേർക്കുന്നത്. ഇവിടുത്തെ എല്ലാ വീടുകളുടെ മുന്നിൽ മുന്തിരിയുടെ തോട്ടം ഉണ്ടാവും. ഒരു 4-5 മുന്തിരി എങ്കിലും ഉണ്ടാവും. അവിടെ നിന്നും അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി വൈനുകൾ അവർ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ജോർജിയയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള വൈൻ ചേർത്ത ഐസ്ക്രീമാണ്. ഇത് കഴിച്ചു നോക്കാം. വെരി ടേസ്റ്റി. ഇന്നത്തെ യാത്രയുടെ അവസാനം നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ചരിത്രവും സംസ്കാരവും മനോഹരമായ കാഴ്ചകളും ഇടകലർന്നുള്ള ഒരു രാജ്യത്തിൻ്റെ ഹൃദയത്തിലൂടെയാണ്. ഒരു നഗരത്തിലൂടെ. അതെ, ജോർജിയയുടെ ഹൃദയമായ ടിബിലിസിയിലൂടെ. ടിബിലിസി എന്ന് കേട്ടാൽ തന്നെ അതിൻ്റെ പഴയകാല ശോഭയും ആധുനികതയുടെ താളവും മനസ്സിലേക്ക് ഓടിവരും. ഏവരോടും അതിയായ സൗഹൃദം നിറഞ്ഞ ഒരു ജനതയും ഒരുപാട് പറയാനുള്ള വീഥികളും ശില്പകലയും പഴമയുടെ ആഠ്യത്വവും കൊണ്ട് ഈ നഗരം നിറഞ്ഞു നിൽക്കുന്നു. ഓൾഡ് ടൗണിലെ നടപ്പാതകളിലൂടെ നടന്നു നോക്കുമ്പോൾ ഇതൊരു മ്യൂസിയം പോലെയാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആർക്കിടെക്ചറുകൾ, ചെറു കഫേകൾ,
പരമ്പരാഗത ഗ്രഹങ്ങൾ എല്ലാം തന്നെ ഒരു അതുല്യാനുഭവം സൃഷ്ടിക്കുന്നു. കാഴ്ചകളാൽ കണ്ണുകൾ നിറയാനും രുചികളാൽ മനസ്സ് കുളിർക്കാനും ചരിത്രത്തിൽ എന്നും ഇടം പിടിച്ച ഒരു നഗരമാണ് ടിബിലിസി. ഇതൊരു യാത്ര മാത്രമല്ല, മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം കൂടിയാണ്. ഇന്നത്തെ യാത്രാവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ജോർജിയൻ യാത്രയുടെ അടുത്ത എപ്പിസോഡുമായി ഉടനെ എത്തുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി പറയാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. പുതിയൊരു യാത്രാനുഭവത്തിൽ നമ്മൾ വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.